നമ്മുടെ വായിലുള്ള ബാക്ടീരിയാസിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് ബാഡ് സ്മെല്ലൊക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു മൗത്ത് വാഷാണിത്. നമ്മുടെ വീട്ടിലെടുക്കാൻ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു മൗത്ത് വാഷാണ് ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നും എങ്ങനെയാണിത് ഉപയോഗിക്കുക എന്നും നോക്കാം. ഹോം മെയ്ഡ് മൗത്ത് വാഷ് തയ്യാറാക്കാനായിട്ട് ഏലക്ക ഒരു 3 എണ്ണം, 1/4 സ്പൂണോളം കറുവപ്പട്ട പൊടിച്ചത്, കറുവപ്പട്ട സ്റ്റിക്കായിട്ട് വേണമെങ്കിലും എടുക്കാം, 1 സ്പൂൺ പെരുംജീരകം, ഗ്രാമ്പൂ ഒരു 3-4 എണ്ണം, ഉപ്പ്, വെള്ളം എന്നിവയാണ് വേണ്ടത്. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് 1 ഗ്ലാസ് നിറയെ വെള്ളം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം ചൂടാക്കി തുടങ്ങാം. വെള്ളം ചെറുതായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഏലക്ക ഇങ്ങനെ തുറന്നതിന് ശേഷം ഇട്ട് കൊടുക്കാം. 3 എണ്ണം ഇട്ട് കൊടുക്കണം. ഏലക്ക മൗത്ത് ബാക്ടീരിയാസിനെയൊക്കെ തടയാനും അതുപോലെ തന്നെ ക്യാവിറ്റീസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ബാഡ് ബ്രീത്ത്, അതായത് വായുനാറ്റം പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പെരുംജീരകമാണ്. ഞാൻ 1 സ്പൂണോളം പെരുംജീരകം ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. നല്ല ഒരു മൗത്ത് ഫ്രഷ്നറാണ് പെരുംജീരകം എന്ന് തന്നെ പറയാം. ഇതിൽ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് മൗത്തിലെ ബാക്ടീരിയാസിനോട് ഫൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് എടുത്തു വച്ചിരിക്കുന്ന 3-4 ഗ്രാമ്പൂ ആണ്. ഇൻസ്റ്റൻറ്റ് മൗത്ത് ഫ്രഷ്നറാണ് ഈ ഒരു ഗ്രാമ്പൂ ഇട്ട വെള്ളം എന്ന് പറയുന്നത്. ഇതും ബാഡ് ബാക്ടീരിയാസിനോട് ഫൈറ്റ് ചെയ്യാനായിട്ട്, മൗത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു 1/4 സ്പൂണോളം കറുവപ്പട്ടയാണ്. കറുവപ്പട്ട ചേർത്ത് നന്നായി ഇളക്കുക. ഇതും വായിലെ ബാക്ടീരിയാസിനോട് പൊരുതാനായിട്ട് സഹായിക്കും. അതുപോലെ ബാഡ് സ്മെല്ല് ഉണ്ടാവുന്നതിന് തടയുകയും ചെയ്യും. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബാഡ് ബ്രീത്തിനെതിരെ ഫൈറ്റ് ചെയ്യും എന്ന് മാത്രമല്ല, എന്തെങ്കിലും തൊണ്ടവേദനയോ തൊണ്ടയിൽ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു അരിച്ച് ഒരു ബൗളിലേക്ക് എടുക്കാം. ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി ഇത് അരിച്ചെടുക്കാം. നിങ്ങളും ഇതുപോലെ ഒരു മൗത്ത് വാഷ് തയ്യാറാക്കി ഒന്ന് ഉപയോഗിച്ച് നോക്കുക. വളരെ നല്ലതാണ്. തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.